ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. യേശുനാഥൻ ഈ ഭൂമിയിൽ തുടങ്ങിവെച്ച സുവിശേഷ വേല തുടർന്നുകൊണ്ടു പോകുവാനും പിതാവിൻ്റെ ദൗത്യം ഭൂമിയിൽ തുടരാനുമായിട്ടാണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഈശോ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞ് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. യേശുവിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ യേശുവിൻ്റെ പക്കൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങളും അറിവും മറ്റുള്ളവരുമായി പങ്കുവച്ചു കൊടുക്കാനാണ് ഈശോ തൻ്റെ 12 അപ്പോസ്തലന്മാരോടും ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. വളരെ പ്രാധാന്യമുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപുള്ള ഈശോയുടെ പ്രാർത്ഥനയാണ് ഇവിടെ നാം കാണുന്നത്. സുവിശേഷങ്ങളിൽ ഈശോ പ്രാർത്ഥിക്കുന്നതായി നാം വായിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു രാത്രി മുഴുവൻ ചെലവഴിക്കുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മോട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്നിരുന്ന ഒരു കാര്യമുണ്ട്: എന്തു ചെയ്യാൻ തുടങ്ങുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് വേണം തുടങ്ങാൻ. ഇന്നത്തെ സുവിശേഷത്തിലും നാം കാണുന്നത് അപ്രകാരം പ്രാർത്ഥിക്കുന്ന ഈശോയുടെ മാതൃകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു ആത്മബന്ധമാണ്. ഞാനും ദൈവവും തമ്മിലുള്ള എൻ്റെ ആത്മബന്ധം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന സമയമാണ് പ്രാർത്ഥന. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നാം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? നമ്മുടെ സമയം നാം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് തരുന്ന മാതൃക പോലെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.